പ്രിയപ്പെട്ടവരെ നമസ്കാരം. കഴിഞ്ഞ ദിവസം ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടന്ന തിക്കും തിരക്കും എന്ന് പറഞ്ഞ രീതിയിൽ ഒരു വീഡിയോ പ്രചരിക്കുന്നത് നിങ്ങൾ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. തീർച്ചയായിട്ടും ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് തിരക്കും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ട്. ക്യൂവിൽ സെക്യൂരിറ്റിമാരോട് സംസാരിക്കേണ്ടി വരാറുണ്ട്. അപ്രതീക്ഷിതമായ ചില സമയങ്ങളിൽ പെട്ടെന്ന് ക്ലോസ് ചെയ്യാറുണ്ട്. ഇങ്ങനെ പലവിധ പ്രശ്നങ്ങൾ ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. മുൻപൊക്കെ അടച്ചിരുന്ന സമയത്ത് അല്ല ഇപ്പോൾ ക്യൂ അവസാനിപ്പിച്ച് അടയ്ക്കുന്നത്. അതിലൊക്കെ സമയത്തിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. അതുപോലെ പഴയ സമയം പ്രതീക്ഷിച്ച് വരുന്ന ആളുകൾ കുളിച്ച് വൃത്തിയായി തൊഴാൻ വേണ്ടി എത്തുമ്പോഴേക്കും അടച്ച് ഇനി നാളെയേ ദർശനമുള്ളൂ എന്ന് പറയുന്ന സാഹചര്യം. അങ്ങനെ പല വിധത്തിലുള്ള സാഹചര്യങ്ങൾ ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ഉണ്ടാകുന്നുണ്ട്. ഇതെല്ലാം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും, നിങ്ങൾ കാണുന്നുണ്ടാവും, എല്ലാം ശരിയാണ്. പക്ഷേ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് ഭക്തരുടെ ഭാഗത്തു നിന്നും വരുന്ന ചില ഒന്നുകിൽ ഒരു ക്ഷമയില്ലായ്മ കൊണ്ടോ അതല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്ന ഉന്ത് തള്ള്, അതല്ലെങ്കിൽ ചീത്ത വിളികൾ, പരസ്പരം ബഹുമാനമില്ലാതെ സംസാരിക്കുക. ഒരു ക്ഷേത്ര ദർശനത്തിന് വരുന്നവരാണ് നമ്മളെങ്കിൽ നമ്മൾ കുറച്ച് അച്ചടക്കം പാലിക്കേണ്ട ഒരു സാഹചര്യം കൂടി ഇല്ലേ എന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, അല്ലെങ്കിൽ ചോദിക്കേണ്ടി വരികയാണ്. കാരണം അത്രയും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്ര ദർശനത്തിന് നമ്മൾ എത്തുമ്പോൾ അവിടെ ശരിയാണ്, അവിടെ നമുക്ക് എന്തെങ്കിലും കൊള്ളരുതായ്മകൾ കണ്ടാൽ നമുക്ക് പ്രതികരിക്കാം. തീർച്ചയായിട്ടും നമ്മൾ പ്രതികരിക്കുക തന്നെ വേണം. പക്ഷേ നമ്മൾ പ്രതികരിക്കേണ്ടത്, ഭക്തജനങ്ങൾ പ്രതികരിക്കേണ്ടത് മാന്യമായിട്ടാണ്. അല്ലാതെ വഴക്കുണ്ടാക്കിയോ സാധനങ്ങളെടുത്ത് മാറ്റിയോ കളഞ്ഞോ ഒന്നുമല്ല. ഇപ്പോൾ ഈ വിഷയത്തിൽ ഉണ്ടായതിനെക്കുറിച്ചുള്ള കൃത്യമായ ധാരണ നമുക്ക് എന്താണെന്ന് കിട്ടിയിട്ടില്ല എങ്കിൽ പോലും ഗുരുവായൂർ ക്ഷേത്രമാകട്ടെ ഏത് ക്ഷേത്രമാകട്ടെ ഒരു ക്ഷേത്ര ദർശനത്തിനെത്തുന്ന ഭക്തജനങ്ങൾ നിൽക്കേണ്ടത് ക്ഷമയോടുകൂടി തന്നെയാണ്. അനാവശ്യ വാക്കുകൾ ഉപയോഗിക്കാതെ തന്നെയാണ്. അതല്ലെങ്കിൽ ഒച്ചയും ബഹളവും കൂട്ടി വലിയ വലിയ വീടുകളിൽ അല്ലെങ്കിൽ പരസ്പരം സുഹൃത്തുക്കളുടെ ഇടയിൽ കിടന്ന് അഭ്യാസം കാണിക്കുന്നത് പോലെ മോശം വാക്കുകൾ ഉപയോഗിക്കുകയോ ഒച്ച കൂട്ടി ബഹളം വയ്ക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ വളരെ സമാധാനപരമായി അവരോട് കാര്യങ്ങൾ പറയാം. അവരോട് വലിയ തർക്കങ്ങളിൽ ഏർപ്പെടാതെ അവരോട് നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ പറയുക. എന്നിട്ടും അവർ മോശമായിട്ടാണ് നമ്മളോട് തിരിച്ച് പെരുമാറുന്നതെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അവരെ ഒന്നുകിൽ മോശമായിട്ടല്ലാത്ത രീതിയിൽ തന്നെ അവരോട് റഫായിട്ട് നമുക്ക് സംസാരിക്കേണ്ടി വന്നാൽ സംസാരിക്കുക. അത് ശരി തന്നെയാണ്. അതല്ലെങ്കിൽ നമുക്ക് അവിടെ പരാതിപ്പെടാനുള്ള ഏരിയകളുണ്ട്, സ്ഥലങ്ങളുണ്ട്. നമുക്ക് അവിടെ പോയി അവരോട് സംസാരിക്കാം. ഇപ്പോൾ ഒരു സെക്യൂരിറ്റി ഓഫീസറാണ് പ്രശ്നമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ദേവസ്വത്തിലെ ഒരു കാവൽ നിൽക്കുന്ന ആളോ ആരെങ്കിലുമാണ് പ്രശ്നമെങ്കിൽ നമുക്ക് അവരോട് കാര്യമായിട്ട്, അവർ ഇങ്ങോട്ട് ദേഷ്യപ്പെടുകയാണെങ്കിൽ അവരോട് നമുക്ക് കാര്യം പറഞ്ഞ് മനസ്സിലാക്കാം. അതല്ലെങ്കിൽ അവരോട് പറയാം, ഞാൻ നിങ്ങളുടെ അടുത്ത സ്റ്റെപ്പ് പരാതിയുമായി ഞങ്ങൾ മുകളിൽ പോയി ഇപ്പോൾ തന്നെ ഞാൻ മാനേജറെ കാണും എന്ന് പറഞ്ഞ് നമുക്ക് മാനേജറെ പോയി കാണാനുള്ള പെർമിഷൻ അവിടെയുണ്ട്. നമുക്ക് തന്നെ നേരിട്ട് പോയി പരാതി പറയാനുള്ള പെർമിഷൻ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുണ്ട്. ക്ഷേത്രത്തിൻ്റെ അകത്ത് പോയാൽ നമുക്ക് സംസാരിക്കാനുള്ള ഓപ്ഷൻ അവിടെയുണ്ട്. എന്നാൽ ദർശനത്തിന് വരുമ്പോൾ നമ്മൾ പാലിക്കേണ്ട ഒരു അച്ചടക്കമോ മര്യാദയോ ഒന്നുമില്ലാതെ നമ്മൾ ഒരു ചന്തയിലെ പോലെ ബഹളം വെച്ചുകൊണ്ട് ഒരു ക്ഷേത്ര ദർശനത്തിന് നിൽക്കുന്നത് അങ്ങേയറ്റം വൈരുദ്ധ്യമുള്ളൊരു കാര്യമാണ്. അത് പറയാനാണ് ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചു വന്നത്. ഒരു കാരണവശാലും ചന്തയിൽ കന്നുകാലിയെ വാങ്ങാൻ പോകുന്ന ചന്തയിൽ പോലും ഇതിലും അച്ചടക്കം ഉണ്ടാകുമെന്ന് പറയേണ്ടി വരും. അത്രയും മോശമായിട്ടാണ് ആളുകൾ ക്ഷേത്ര ദർശന സമയത്ത് ചില സാഹചര്യങ്ങളിൽ ബഹളം വയ്ക്കുകയും സാധനങ്ങൾ എല്ലാം എടുത്തു മാറ്റിക്കൊണ്ട് അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു, പരസ്പരം ചീത്ത വിളിക്കുന്നു. എന്തൊക്കെ തരം ബഹളങ്ങളാണ്, എന്തൊക്കെ ചീത്തകളാണ് ചില ഭക്തജനങ്ങൾ വിളിക്കുന്നത്. ആരെയും എടുത്തു പറയാൻ നമുക്ക് കഴിയില്ല. കാരണം ഇതൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അതിൽ മോശം കാര്യങ്ങൾ ചെയ്തവരാണ്, അല്ലെങ്കിൽ മോശം കാര്യം ചെയ്യാത്തവരും അതിൻ്റെ ഇടയിൽ പെട്ടിട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും എടുത്തു പറയാനുള്ളൊരു കാര്യം, ക്ഷേത്ര ദർശനത്തിന് വരുമ്പോൾ നമ്മുടെ ഭാഗത്തു നിന്നും കൂടി കുറച്ച് അച്ചടക്കം വേണം. നമ്മുടെ ഭാഗത്തു നിന്നും കൂടി ഒരു മിനിമം മര്യാദ ഉണ്ടാകണം. നമ്മുടെ ഭാഗത്തു നിന്നും അത്യാവശ്യം ക്ഷമയും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ ദർശനം നല്ല രീതിയിൽ നടക്കുകയുള്ളൂ. ചില സാഹചര്യങ്ങളിൽ ചില സ്ഥലങ്ങളിൽ ചിലപ്പോൾ പെട്ടെന്നുള്ള ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നതായിട്ട് വരും. എന്നാൽ നമുക്ക് ശീലമില്ലാത്ത കാര്യങ്ങൾ, നമ്മളെ അടിച്ചേൽപ്പിക്കുന്നതോ ഭക്തരുടെ മേൽ ചൂഷണം ചെയ്യുന്നതോ ആയ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ചോദിക്കുകയും വേണം. തീർച്ചയായിട്ടും ആ ചോദിക്കുന്നതിന് ഒരു മര്യാദ വേണം എന്നാണ് പറയാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ നമ്മൾ കിടന്ന് ബഹളം വെച്ച് ചീത്ത വിളിച്ച് പരസ്പരം പോരടിച്ചും തെറി വിളിച്ചിട്ടുമൊന്നുമല്ല ഇത് ചെയ്യേണ്ടത് എന്ന് പറയാനാണ് വന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനാകട്ടെ ഏത് ക്ഷേത്രത്തിൽ ദർശനത്തിന് വരികയാണെങ്കിലും നമ്മുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ ക്ലിയറാക്കി വയ്ക്കാൻ ശ്രമിക്കുക. നമ്മുടെ ഭാഗത്തു നിന്നുള്ള ശാന്തത കൈവിടാതിരിക്കാൻ ശ്രമിക്കുക. നല്ല ദർശനം എല്ലാവർക്കും ഉണ്ടാകട്ടെ. താങ്ക് യു.